വീണ്ടും ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ മമ്മൂട്ടി. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മിയും ഛായാഗ്രാഹകനായി ഷഹനാദ് ജലാലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഭ്രമയുഗത്തിലെ അതുല്യ പ്രകടനത്തിലൂടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ 4ാമത്തെ ദേശീയ പുരസ്കാരമാണിത്. വർഷങ്ങൾക്കു ശേഷമുള്ള മമ്മൂട്ടിയുടെ ദേശീയ പുരസ്കാര നേട്ടം മലയാള സിനിമാ ലോകത്തിനും ആരാധകർക്കും ഒരുപോലെ ആവേശമായി. ചിത്രത്തിലെ പ്രകടനത്തിന് നേരത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബോളിവുഡ് താരം കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ഭ്രമയുഗത്തിനായി ഛായാഗ്രഹണം നിർവഹിച്ച ഷഹനാദ് ജലാലാണ് മികച്ച ഛായാഗ്രഹകൻ. മികച്ച തമിഴ് ചിത്രമായി ധനുഷ് സംവിധാനം ചെയ്ത രായൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള പുരസ്കാരം ശ്രീകാന്ത് നേടി. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി നേടി. അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിലെ അങ്ങുവാനക്കോണിലെ എന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിയായി യാമി ഗൗതമിനെ തിരഞ്ഞെടുത്തു. മികച്ച മലയാള സിനിമയായി ഫെമിനിച്ചി ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകൻ, മികച്ച എഡിറ്റിംഗ്, മികച്ച പശ്ചാത്തല സംഗീതം തുടങ്ങി 3 പുരസ്കാരങ്ങൾ മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം ആസ്പദമാക്കി ഒരുക്കിയ അമരൻ നേടി. മലയാളി സംവിധായകൻ ജയരാജിന്റെ നേതൃത്വത്തിലുള്ള 11 അംഗ ജൂറിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. 34 ഭാഷകളിലായി സമർപ്പിക്കപ്പെട്ട 400 ചിത്രങ്ങളിൽ നിന്നാണ് പുരസ്കാര ജേതാക്കളെ ജൂറി തിരഞ്ഞെടുത്തത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.